നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിഷയത്തിൽ ഇടപെട്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്കും തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മന്ത്രി അടിയന്തര നിർദ്ദേശം നൽകി. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലുംപുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന കോടതി വിളക്ക് ചടങ്ങിന് അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ചടങ്ങുണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ നടപടി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കന് ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായി വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ചൊവ്വന്നൂർ മോർഫിംഗ് കേസ് ഇരകളുടെ എതിർവാദം ഫലം കണ്ടു. പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. ഇതോടെ ജാമ്യം നേടാനുള്ള പ്രതിയുടെ 3ാമത്തെ ശ്രമവും വിഫലമായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 2 ആണ്ട് തികയുന്നു. ഭീതിയുടെയും കണ്ണുനീരിന്റെയും മരവിപ്പുകൾ ബാക്കി വെച്ച മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളോടെ അതിജീവനം തുടർന്ന് ഒരു ജനത. വാർത്തകൾ വിശദമായി. വരവൂരിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി സ്വദേശി മണികണ്ഠൻ എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് വിവരങ്ങൾ. സംഭവം പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു. ദൃശ്യങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇനിയൊരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. CPM വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രതിമോഹൻ, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NS സജീഷ്, PK യശോദ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കാഴ്ച പരിമിതിയുള്ളയാളാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകി. അധ്യാപകനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കണം, ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. അത് പുറം ലോകം അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. കുട്ടി സൂചിപ്പിച്ചത് കുട്ടിയുടെ പേനയുടെ ടോപ്പ് നിലത്തേക്ക് വീണപ്പോൾ കുട്ടിയുടെ മുന്നിലിരിക്കുന്ന കുട്ടികളായിട്ടുള്ള ആളുകളെല്ലാം ഉയരം കൂടിയവരാണ്. അപ്പോൾ കുട്ടി ബെഞ്ചിൻ്റെ മുകളിൽ കയറി ഒന്ന് എത്തി നോക്കിയപ്പോൾ അത് മാഷ് കണ്ടപ്പോൾ മാഷ് പുറത്തേക്കാക്കിയ ശേഷം വീണ്ടും കുട്ടി അകത്തേക്ക് വിളിച്ചുകൊണ്ടാണ് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ആ വീഡിയോയിൽ തന്നെ അധ്യാപകൻ സൂചിപ്പിക്കുന്ന പോലെ വാക്കുകളുണ്ട്. വരവൂരിൽ വിദ്യാർത്ഥി അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടിയെ ക്രൂരമായി അധ്യാപകൻ മർദ്ദിച്ച സംഭവമുണ്ടായത്. കുന്നംകുളത്ത് MDMAയും കഞ്ചാവുമായി ചെമ്മണ്ണൂർ സ്വദേശി പിടിയിൽ. ചെമ്മണ്ണൂർ പാനപ്പറമ്പ് മമ്പറമ്പത്ത് വീട്ടിൽ 25 വയസ്സുള്ള മുകേഷാണ് അറസ്റ്റിലായത്. 9.63 ഗ്രാം MDMAയും 250 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മുകേഷ് എന്ന് പോലീസ് പറഞ്ഞു. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പിറകുഭാഗത്തുള്ള ചുമരാണ് മോഷ്ടാവ് ഒരാൾക്ക് കടക്കാനുള്ള വലിപ്പത്തിൽ തുറന്നിട്ടുള്ളത്. പുലർച്ചെ 2:30 ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ ജ്വല്ലറി ഉടമയെ അറിയിക്കുകയും ഉടമ മൊബൈലിൽ ജ്വല്ലറിയിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കാണാത്തതിനെ തുടർന്ന് സംഭവം കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് അലാം ശബ്ദിച്ചപ്പോഴാണ് പരിശോധന നടത്തിയതും മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടതെന്നും പറയുന്നു. തുടർന്ന് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചു. ഉടനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖംമൂടി ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് മോഷണശ്രമം നടത്തിയിട്ടുള്ളതെന്ന് കരുതുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ചുമർ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ പോലീസിന് ലഭിച്ചു. ഗുരുവായൂർ ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ പരിശോധന നടത്തുകയും മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ ആവശ്യപ്പെട്ടു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലമ്പുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ജൂലൈ 15 വൈകിട്ട് സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് ചങ്ങരംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോബിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ജില്ലി മാതാവും റെക്സി ഭാര്യയുമാണ്. ലിബിൻ, മേബിൻ എന്നിവർ സഹോദരങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങിന് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും കേട്ട ശേഷം 3 മാസത്തിനകം വിഷയം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോട് ജസ്റ്റിസ് V രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ഒരു ചടങ്ങ് ഉണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ നടപടി. ജുഡീഷ്യറിയുടെ സ്ഥാപനപരമായ നിഷ്പക്ഷത നിലനിർത്താൻ അനുയോജ്യമായ മറ്റ് പേരുകൾ പരിഗണിക്കുന്നതാണ് ഉചിതമെന്ന് കോടതി വിലയിരുത്തി. അതേസമയം വിളക്ക് വഴിപാട് നടത്തുവാൻ ഭരണഘടനാപരമായ തടസ്സങ്ങളൊന്നുമില്ലെന്നും അത് നിരോധിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചാവക്കാട് കോടതിയിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് വർഷങ്ങളായി ഈ ചടങ്ങ് നടത്തുന്നത്. ഇതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വ്യവസ്ഥയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുന്നു. ഭീതിയുടെയും കണ്ണുനീരിന്റെയും മരവിപ്പുകൾ ബാക്കി വെച്ച മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളോടെ അതിജീവനം തുടരുകയാണ് ഒരു ജനത. നാട് നടുങ്ങിയ ഉരുൾപൊട്ടൽ സംഭവിച്ച് 2 ആണ്ട് തികഞ്ഞെങ്കിലും മണ്ണിൽ മറഞ്ഞ ഉറ്റവരുടെ ഓർമ്മകളിൽ കണ്ണീർ പൊഴിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. 2024 ജൂലൈ 30 പുലർച്ചെയാണ് വെള്ളരിമലയുടെ ഒരു ഭാഗം ഉരുൾപൊട്ടി ഒരു നാടിനുമീതെ പതിച്ചത്. സർവ്വതും തകർത്തെറിഞ്ഞ പ്രകൃതിയുടെ സംഹാരതാണ്ഡവം ഒരു പ്രദേശത്തെ അപ്പാടെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ദുരന്തത്തിൽ 400ഓളം പേർക്കാണ് പരിക്കേറ്റത്.
8600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നാശം വിതച്ച ദുരന്തം ഒരു ജനതയുടെ വീടും നാടും മേൽവിലാസവും പൂർണ്ണമായി കവർന്നെടുത്തു. നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് വീടും ബന്ധുക്കളും ജീവിത സമ്പാദ്യവും നഷ്ടമായി. ഒരു നിമിഷാർദ്ധത്തിൽ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായ മനുഷ്യരുടെ ഓർമ്മയിൽ ശേഷിച്ച മനുഷ്യർ ഒത്തുചേർന്നു. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് അനുസ്മരണവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. വിട്ടുപിരിഞ്ഞവരുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ പുഷ്പങ്ങളർപ്പിച്ച പലരും പൊട്ടിക്കരഞ്ഞു. നടുക്കം വിട്ടുമാറാത്ത പലർക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതേസമയം ദുരന്തം നടന്ന് 2 വർഷമാകുമ്പോഴും ദുരന്തബാധിതരുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല. കൽപ്പറ്റയിൽ സർക്കാർ പണിയുന്ന ടൗൺഷിപ്പിലെ 178 വീടുകളിൽ 180ലും അതിജീവിതർ താമസം തുടങ്ങി. 5 സോണുകളിലായി ആകെ 410 വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ടൗൺഷിപ്പിന്റെ തുടർ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുകയാണ്. 2-3 ലിസ്റ്റിലുള്ളവർ ഇന്നും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. മുണ്ടക്കൈ, പടവെട്ടി, അട്ടമല പ്രദേശങ്ങളിലെ 60ലധികം കുടുംബങ്ങൾ പുനരധിവാസ ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്താണ്. മുഴുവൻ ബാങ്ക് വായ്പകളും എഴുതിത്തള്ളണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യവും നടപ്പിലായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ യുവാവിന് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് മടിക്കൈ സ്വദേശി 24 വയസ്സുള്ള മുഹമ്മദ് സജീറിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് സുരേഷ് കുമാർ ശിക്ഷിച്ചത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയെ കാണാതായെന്ന് തുടർന്ന് സഹോദരൻ നൽകിയ പരാതിയിൽ വാടാനപ്പള്ളി SI വിവേക് നാരായണൻ FIR രജിസ്റ്റർ ചെയ്യുകയും കൊടുങ്ങല്ലൂർ DYSP സലീഷ് NS തുടരന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കുകയുമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കനെ ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായ വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബൈക്കിലിരിക്കുകയായിരുന്ന വനജനെ വിബീഷ് മുഖത്തുൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇവർക്കിടയിൽ വർഷങ്ങളായി വൈരാഗ്യം നിലനിന്നിരുന്നുവെന്ന് പറയപ്പെടുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വനജൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ചങ്ങരംകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. വയനാട് സ്വദേശി നരോത്ര സന്തോഷിന്റെ മകൻ 24 വയസ്സുള്ള സെൽബിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന പടിഞ്ഞാറത്തറ ദാസന്റെ മകൻ അമലിന് ഗുരുതരമായി പരിക്കേറ്റു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിക്ക് മുൻവശം വ്യാഴാഴ്ച പുലർച്ചെ 12 മണിയോടുകൂടിയായിരുന്നു അപകടം. വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സെൽബിനും അമലും സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ഇന്നോവ കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ തന്നെ എത്തിച്ചുവെങ്കിലും സെൽബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ അമലനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ച സെൽബിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് നീക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ കഴിഞ്ഞ 1 മാസമായി നടന്നു വന്നിരുന്ന സുഖചികിത്സ സമാപിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ആനകൾക്ക് ഔഷധ ചോറുള്ള സമാപന ചടങ്ങിൽ നൽകി. ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള സമീകൃത ആഹാരക്രമമാണ് സുഖചികിത്സയുടെ ഭാഗമായി ആനകൾക്ക് നൽകിയിരുന്നത്. 9 ലക്ഷം രൂപയാണ് സുഖചികിത്സയ്ക്കായി ദേവസ്വം ചിലവിട്ടത്. CCTV ന്യൂസ് ഇമ്പാക്ട്. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണം പുരോഗമിക്കുന്ന ഭാഗത്തെ യാത്രാ ദുരിതവും അപകട സാധ്യതയും താൽക്കാലികമായി പരിഹരിക്കാൻ കുഴികൾ നികത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. റോഡിലെ അപകട സാധ്യതയും യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് CCTV കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി വാർത്തകൾ നൽകിയിരുന്നു. വർഷങ്ങളായി അപകടങ്ങൾക്കും യാത്രാ ദുരിതങ്ങൾക്കും പേരുകേട്ട ചാലിശ്ശേരി പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ പാതയിലൂടെയുള്ള വാഹനയാത്ര അതീവ അപകടം നിറഞ്ഞതായിരുന്നു. കൂറ്റനാട് വലിയ പള്ളിക്കും ന്യൂ ബസാർ സ്റ്റോപ്പിന് സമീപവും വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് നിരവധി ആഴത്തിലുള്ള കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. കുഴികളിൽ മഴവെള്ളം നിറയുന്നതോടെ കുഴിയേത് റോഡേതെന്ന് അറിയാത്ത സ്ഥിതിയിൽ വാഹനങ്ങൾ കടന്നു പോവുകയായിരുന്നു. സ്ഥലത്ത് പലതവണ വാഹനാപകടങ്ങളുമുണ്ടായി. പ്രദേശത്തെ അപകട സാധ്യതയും ബസ്സുകളുടെ സമയനഷ്ടവുമെല്ലാം കാണിച്ച് CCTV കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വാർത്തകൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് താൽക്കാലികമായി റോഡിലെ കുഴികൾ അടയ്ക്കുവാനും ചെളിക്കെട്ട് പരിഹരിക്കാനും നടപടികൾ ആരംഭിച്ചത്. നിലവിൽ കുഴികളിലും വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശങ്ങളിലും പാറപ്പൊടിയും മെറ്റലും അടങ്ങിയ മിശ്രിതം ഇട്ട ശേഷം
പാത നിരപ്പാക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ റോഡിലെ അപകടാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമാകും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ 63.79 കോടി രൂപ ചെലവിൽ ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ ദൂരമാണ് BMBC നിലവാരത്തിൽ നവീകരിക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ നിർമ്മാണം, കലുങ്കുകളുടെ നവീകരണം, വീതി കൂട്ടൽ, അഴുക്കുചാൽ സംവിധാനം, ബേസ് ബാഗൽ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ചാവക്കാട് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. സിനിമാ സംവിധായകൻ ആലുംപടി വിജീഷ് മണിയുടെ 18 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ജിംനി ജീപ്പാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തീയും പുകയും ഉയർന്നത് കണ്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് വാഹനം കത്തുന്ന വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ ബഹളം വയ്ക്കുകയും ശബ്ദം കേട്ടെത്തിയ അയൽവാസികൾ ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീയണയ്ക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് 2 പേർ ചേർന്ന് വാഹനം കത്തിച്ച ശേഷം ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രദേശത്തെ മറ്റ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി. ഇത്രയും വില ആഗ്രഹിച്ച് വാങ്ങിയൊരു വണ്ടിയാണ്, പക്ഷെ അത് എന്താണെന്നുള്ളതൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് അത് ഇത് ഓഫ് ചെയ്ത് തീയണച്ചത്. വലിയൊരു അപകടം കൂടി ഉണ്ടാവുമായിരുന്നു. ഞാൻ തൊട്ടടുത്ത വീട്ടുകാരാണ് അറിഞ്ഞത്. എന്നിട്ട് എന്നെ വന്നിട്ട് ഞങ്ങളെ വന്ന് വിളിക്കുകയും ചെയ്തത്. ഇതൊരു പെട്രോൾ വണ്ടിയും കൂടിയാണ്. അപ്പോൾ ചൊവ്വന്നൂർ മോർഫിംഗ് കേസ് ഇരകളുടെ എതിർവാദം ഫലം കണ്ടു. പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. ഇതോടെ ജാമ്യം നേടാനുള്ള പ്രതിയുടെ 3ാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ അനുമതിയില്ലാതെ ശേഖരിച്ച് മോർഫ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തെന്ന കേസിലെ പ്രതി അനന്തു സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് ജില്ലാ കോടതി തള്ളിയത്. കേസിന്റെ ഗൗരവവും ഇരകൾ ഉന്നയിച്ച ആശങ്കകളും പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. നേരത്തെ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച 2 ജാമ്യാപേക്ഷകളും തള്ളിയിരുന്നു. പ്രതിക്കെതിരായ ആരോപണങ്ങളുടെ ഗൗരവം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വകാര്യതയുടെയും അന്തസ്സിന്റെയും ഗുരുതരമായ ലംഘനം, ഡിജിറ്റൽ തെളിവുകളിൽ ഇടപെടൽ നടത്താനുള്ള സാധ്യത, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യം, സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷയെ എതിർത്തത്. ഇരകൾക്കുവേണ്ടി അഡ്വക്കേറ്റ് ബിബാസ് സി ബാബുവും സംസ്ഥാനത്തിനു വേണ്ടി പ്രോസിക്യൂട്ടറും കോടതിയിൽ ഹാജരായി ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. ഇരകളുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് പരമപ്രധാനമാണെന്നും കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലായിരിക്കെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുമാണ് വാദം. ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട ജില്ലാ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ ഈ ഘട്ടത്തിൽ സാഹചര്യമില്ലെന്ന് കണ്ടെത്തി ഹർജി തള്ളുകയായിരുന്നു. ദില്ലിയിലെ AKG ഭവനിൽ അതിക്രമിച്ചു കയറി SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസ് നടപടിക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന യോഗം CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. NK അക്ബർ MLA, AD ധനീബ്, AM മഹേന്ദ്രൻ, KH സലാം, KM അലി എന്നിവർ സംസാരിച്ചു. MR രാധാകൃഷ്ണൻ സ്വാഗതവും PS അശോകൻ നന്ദിയും പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായതും എൽദോമാർ ബെസേലിയോസ് ബാവയുടെ അനുഗ്രഹീത മധ്യസ്ഥതയാൽ പ്രശസ്തി ആർജിച്ചതും പൗരാണികവുമായ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള 15 നോമ്പും ശൂനോയോ പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ആചരിക്കുക. ജൂലൈ 26 ഞായറാഴ്ച ശൂനായോ പെരുന്നാൾ കൊടിയേറ്റവും ജൂലൈ 28 തീയതി ചൊവ്വാഴ്ച മെത്രാഭിഷേക സ്ഥാനാരോഹണത്തിന്റെ 4ാം വാർഷികവും നടന്നിരുന്നു. മെത്രാപോലിത്തമാരുടെയും മലങ്കര സഭയിലെ വന്ധ്യവൈദിക ശ്രേഷ്ഠന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാനമസ്കാരവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഭക്ഷണവും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകളുടെയും തത്സമയ സംപ്രേഷണം മീഡിയ വിങ് വഴി നടക്കും. നോമ്പനുഷ്ഠാനത്തിലും ധ്യാനത്തിലും പെരുന്നാൾ ആചരണത്തിലും പങ്കെടുക്കുന്നവർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി
വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സാജു, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവർ അറിയിച്ചു. പഴഞ്ഞി പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ വാദ്യമേളങ്ങളും ഘോഷങ്ങളും ഒക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം എന്ന് പറഞ്ഞാൽ ആരാധനയോടൊപ്പം. പക്ഷെ ഈ ശുശ്രൂഷകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള വാദ്യഘോഷങ്ങളും ഇല്ല. തികച്ചും ആരാധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ദിവസങ്ങൾ ഈ പെരുന്നാളിന്റെ ശുശ്രൂഷകൾക്കുള്ളത് എന്നുള്ള വലിയൊരു സന്ദേശം കൂടെ, പ്രത്യേകത കൂടെ ഈ പെരുന്നാളിനുണ്ട് എന്നുള്ളതാണ്. അതായത് 6 മണി 6:45 കൂടി സന്ധ്യാനമസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ 6:45 കൂടി തീർന്ന് ഒരു അരമണിക്കൂർ വചനപ്രഘോഷണം എല്ലാം 7:30 മണിക്ക് ഉള്ളിൽ എല്ലാം തീരാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം, രാത്രി ഭക്ഷണം 2 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാഗിൽ നിന്ന് ലഭിച്ച തുക തിരിച്ചേൽപ്പിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാതൃക കടപ്പുറം പഞ്ചായത്ത് 10-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ PR സൗമ്യ, ശരണ്യ, ബൈജു എന്നിവരാണ് നേർമാതൃകയായത്. 10-ാം വാർഡ് അടിതിരുത്തി ഭാഗത്തെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗ്, കുപ്പി, ചെരുപ്പ് എന്നിവ ശേഖരിക്കുന്നതിനിടെയാണ് സംഭവം. വീടുകളിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങൾക്കിടയിൽ ഗോഡൌണിലെത്തി തരംതിരിക്കുന്നതിനിടയിൽ ഒരു ബാഗിൽ നിന്ന് 2500 രൂപ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാഗിന്റെ ഉടമയെ കണ്ടെത്തി പണവും ബാഗും തിരികെ ഏൽപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ്, വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PA അഷ്കർ അലി, ഹസീറ ഷിഹാബ്, വാർഡ് മെമ്പർ സുമിന അജ്മൽ എന്നിവർ ഹരിതകർമ്മ സേനാംഗങ്ങളെ അഭിനന്ദിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ പട്ടിത്തടം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാർഷിക ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ ശൈലജ അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. 100 ദിനം തൊഴിൽ പൂർത്തീകരിച്ച മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അറിയിച്ച് ആദരിച്ചു. തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരായ അജിത്ത്, അക്ഷയ് കുമാർ, രമണി അയ്യപ്പൻ, കമലു അപ്പുകുട്ടൻ, ദാക്ഷായണി, തങ്ക സുബ്രു, ബാലൻ പടിക്കത്താഴത്തിൽ, ലീലാമണി കുഞ്ഞുണ്ണി, ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ ആകർഷകമാക്കി. ഗുരുവായൂർ മമ്മിയൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം പാറാട്ട് വീട്ടിൽ റാഷിദിനാണ് പരിക്ക്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ തട്ടി സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. അപകടത്തെ തുടർന്ന് മമ്മിയൂരിൽ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക പ്രഭാഷകനും വാൽമീകി രാമായണ നവാഹ യജ്ഞാചാര്യനുമായ OS സതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ 2 വേദികളിലായി ഒരേ സമയം 3000-ൽ പരം കരയോഗാംഗങ്ങൾ ഹരിനാമ കീർത്തനം ആലപിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിനാമ കീർത്തനാലാപനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രസാദവും വിതരണം ചെയ്തു. കൃഷിവകുപ്പും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആത്മ 2026 കിസാൻ ഗോസ്തിക്ക് കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ തുടക്കമായി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആത്മ കർഷക ഉപദേശക സമിതി ചെയർമാൻ M ബാലാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൂലൈ 30, 31 തീയതികളിലായി നടക്കുന്ന കാർഷിക മേളയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കർഷക സെമിനാറുകളും കർഷകരുമായുള്ള സംവാദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷികോപകരണങ്ങൾ, വിവിധ ഇനം നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിപുലമായ സ്റ്റാളുകളും ടൗൺ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M നിതീഷ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU ബിബിൻ, ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, കുന്നംകുളം കൃഷി ഫീൽഡ് ഓഫീസർ S ജയൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ, കർഷക അവാർഡ് ജേതാക്കൾ, അഗ്രോ സംരംഭകർ, കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കിസാൻ ഗോസ്തിയുടെ സമാപന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും.
കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-2027 അക്കാദമി വർഷത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. സ്കൂൾ ലീഡറായി അക്വീന ലിയാഷ കൊള്ളന്നൂരും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി PV അലൻകൃഷ്ണയും ചുമതലയേറ്റു. സെന്റ് ജോർജ്, സെന്റ് ജോൺ, സെന്റ് തോമസ്, മാർ തിയോഡോഷ്യസ് എന്നീ ഹൗസുകളുടെ ക്യാപ്റ്റന്മാരായി ER ശ്രീഹരി, T ഏഞ്ചൽ ഗ്ലിൻഡോ, VJ നിരഞ്ജ, PP അനിരുദ്ധ് കൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികളും വൈസ് ക്യാപ്റ്റന്മാരും ചുമതലയേറ്റു. പ്രിൻസിപ്പൽ M രാംദാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. തുടർന്ന് ഔദ്യോഗിക സ്ഥാനം രേഖപ്പെടുത്തിയ ബാഡ്ജ് പ്രിൻസിപ്പൽ അണിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC സ്കൂൾ പതാക ലീഡേഴ്സിന് കൈമാറി. ഹൗസ് ചാർജ് അധ്യാപകരായ PC റൈമി, MP പ്രസി, KR ഗീത, P റിയ ഡുഡു, കായിക അധ്യാപകരായ TV ബിനിൻ, അലൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി. മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ വീട്ടുമുറ്റങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഷെബീർ അണ്ടത്തോടിന്റെ 14ാമത് പുസ്തകം ചിലതരം ചിലന്തികൾ എന്ന സൂക്ഷ്മ കവിതകളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണ്ടത്തോട് ഷബീറിന്റെ വസതിയിൽ നടത്തിയ പരിപാടിയിൽ മുഹമ്മദ് വെളിയത്ത് പുസ്തകം ഏറ്റുവാങ്ങി. ഹക്കീം വെളിയത്ത് ഷബീറിന്റെ കാവ്യലോകം ലഘുനിരീക്ഷണം നടത്തി. പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തിയ വേദിയിൽ KV മുഹമ്മദ് ഫൈസി പുറങ്ങ് അധ്യക്ഷത വഹിച്ചു. മമ്മൂക്കടിക്കാട്, V മായിൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അലി കണ്ണത്തയിൽ, CB റഷീദ് മൗലവി, VM മുഹമ്മദ് അലി, റീന നടുവിൽപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഷബീർ അണ്ടത്തോട് മറുപടി പ്രസംഗം നടത്തി. 10 വർഷത്തോളം വിദേശ ജീവിതം നയിച്ചിരുന്ന ഷബീർ 2009 4 കവലയോളം ഭൂമി എന്ന ആദ്യ പുസ്തകം പുറത്തിറക്കി. തുടർന്ന് 16 വർഷം കൊണ്ട് 14 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്തത്. ഇതിൽ 9 കവിതാ സമാഹാരങ്ങളും 5 പഠന പുസ്തകങ്ങളുമാണ് ഉള്ളത്. ചെറുപ്പം മുതൽ ലളിതഗാനങ്ങളും ഗസലുകളും മധുഭക്തി ഗാനങ്ങളടക്കം 1000-ൽ പരം ഗാനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. G വേണുഗോപാൽ, സുജാത, രാധിക തിലക് തുടങ്ങി പ്രശസ്തരായ ഗായകരും ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നിരവധി ആൽബങ്ങളിൽ ആലപിച്ചിട്ടുണ്ട്. നിരവധി മഹത്കൃതികളുടെ രചയിതാവായ K മൊയ്തു മുസ്ലിയാരുടെ 4ാം തലമുറയാണ് ഷബീർ അണ്ടത്തോട്. വീട്ടുമുറ്റങ്ങളൊക്കെ സംസ്കാര കേന്ദ്രങ്ങളാവണം. വീട്ടുമുറ്റത്ത് സദസ്സുകളുണ്ടാവണം. അയൽക്കാര് ഒന്നിച്ചിരിക്കണം. ജാതിയും മതവും വർണ്ണവും വർഗവും വ്യത്യാസമില്ലാതെ ഓരോ വീട്ടുമുറ്റത്തും അയൽപ്പക്കക്കാരൊക്കെ ഒരുമിച്ച് കൂടി കവിത എഴുതുകയോ പാട്ടുപാടുകയോ കൊച്ചു വർത്തമാനം പറയുകയോ വെറുതെ എന്തെങ്കിലും ഭക്ഷണം പങ്കുവെക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടല്ലാതെ മാനവരാശിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് ചീരത്തൈകളും ചട്ടികളും വിതരണം ചെയ്യുന്ന കരുതൽ 2026 പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് മെമ്പർമാർ, കൃഷി ഓഫീസർ അനൂപ് വിജയൻ, ICDS ഓഫീസർ ലത, കൃഷിഭവൻ അസിസ്റ്റന്റ് ശിവൻ എന്നിവർ സംസാരിച്ചു. ആത്മ പദ്ധതിയുടെ ഭാഗമായി 26 അംഗൻവാടികൾക്കായി 120 ചട്ടികളിൽ ചീരത്തൈ കൂടി നൽകുന്ന ഈ പ്രവർത്തനത്തിന് ആകെ 25,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. വെള്ളിത്തിരുത്തിൽ ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നാട്ടുപൂക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻ പൂക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് CN വൃന്ദ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ C ഷേബ ജോർജ് അധ്യക്ഷയായി. കോർഡിനേറ്റർ TS സുരേഖ, അധ്യാപകരായ TC മഞ്ജുഷ, ഷോണിമ V ബാബു എന്നിവർ നേതൃത്വം നൽകി. S അഭിനന്ദ ആലപിച്ച ഗാനവും പരിപാടിക്ക് മെഴുകേറ്റി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥി കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നു. ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ഹെഡ് ബോയ് ആയി മിയാസ് മുസ്തഫയും ഹെഡ് ഗേളായി നൈമ ഗത്തൂനും തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്കൻഡറി വിഭാഗത്തെ നയിക്കുവാനായി ഇഷാൻ മുഹമ്മദും സയാ സക്രിയയും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെ ലക്ഷ്യവും നേതൃപാഠവും കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിന് പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ്, സെക്കൻഡറി വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ എന്നിവർ നേതൃത്വം നൽകി. അൻസാർ സ്കൂളിലെ ATL ലാബ് വഴി വിദ്യാർത്ഥികൾ തന്നെ സ്വന്തമായി നിർമ്മിച്ച വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചായിരുന്നു ക്യാമ്പസിൽ വോട്ടെടുപ്പ് നടത്തിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,230 രൂപ. സ്വർണം പവന് 1,05,840 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം കേച്ചേരി ആയമുക്ക് രായമരക്കാർ കുഞ്ഞാവ മകൻ അബ്ദുൾ ലത്തീഫ് ഹാജി നിര്യാതനായി. 94 വയസ്സായിരുന്നു. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ കേച്ചേരി റേഞ്ച് ഭാരവാഹിയായും ആയമുക്ക് മഹല്ല് പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഖദീജ ഭാര്യയാണ്. സമീർ, ഫെമിന, ഹസീന, സെറീന എന്നിവർ മക്കളാണ്. വെങ്ങാമുക്ക് കരിച്ചാൽ റോഡ് കൊട്ടിലിങ്ങൽ ഭാസ്കരൻ മകൻ മുരളി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശൈലജ ഭാര്യയും വിഷ്ണു, വിജിത, വിസ്മയ എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി കടങ്ങോട് പണിക്കൽ വീട്ടിൽ കൃഷ്ണൻ നായരുടെ ഭാര്യ ഭാർഗവി അമ്മ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച കാലത്ത് 9:30 ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. ഗോപി, ചന്ദ്രിക, കുമാരി, മല്ലിക എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. വിഷയത്തിൽ ഇടപെട്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്കും തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മന്ത്രി അടിയന്തര നിർദ്ദേശം നൽകി. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. കടവല്ലൂർ കൊരട്ടിക്കരയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലുംപുറം സ്വദേശി ചീരൻ വീട്ടിൽ മോഹൻ മകൻ 32 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന കോടതി വിളക്ക് ചടങ്ങിന് അനുയോജ്യമായ മറ്റൊരു പേര് നൽകുന്നത് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കോടതി വിളക്ക് എന്ന പേര് മതാചാരപരമായ ചടങ്ങുണ്ടാകുന്നത് നീതിന്യായ സംവിധാനത്തിന് പങ്കുണ്ടെന്ന തെറ്റായ ധാരണ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ നടപടി. പഴഞ്ഞി ചിറക്കൽ സെന്ററിൽ മധ്യവയസ്കനെ ക്രൂരമർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറക്കൽ സ്വദേശി 50 വയസ്സുള്ള വനജനെയാണ് പ്രദേശവാസിയായി വിബീഷ് എന്ന യുവാവ് മർദ്ദിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ചൊവ്വന്നൂർ മോർഫിംഗ് കേസ് ഇരകളുടെ എതിർവാദം ഫലം കണ്ടു. പ്രതി അനന്തുവിന്റെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. ഇതോടെ ജാമ്യം നേടാനുള്ള പ്രതിയുടെ 3ാമത്തെ ശ്രമവും വിഫലമായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികളിലായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ. കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 2 ആണ്ട് തികയുന്നു. ഭീതിയുടെയും കണ്ണുനീരിന്റെയും മരവിപ്പുകൾ ബാക്കി വെച്ച മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളോടെ അതിജീവനം തുടർന്ന് ഒരു ജനത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.